കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട് മന്ത്രി വി.എൻ. വാസവൻ സന്ദർശിച്ചു. കുടുംബത്തിന് 50,000 രൂപ കൈമാറി. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയും ശസ്ത്രക്രിയയും സൗജന്യമായി ചെയ്തു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മകന് അടിയന്തരമായി താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിൻ്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായും സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെൻറ്റുണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെൻറ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത്